ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ഓഗസ്റ്റ് മാസം 25-ാം തീയതി രാവിലെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം നേരുന്നു. ഈ ദിവസം നിങ്ങൾക്ക് ശുഭദിനാശംസകളും ഞങ്ങൾ നേരുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് രൂത്തിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായമാണ്. വളരെ മനോഹരമായിരിക്കുന്നൊരു ചെറു പുസ്തകമാണ് രൂത്ത് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡ്രാമ എന്നാണ് ചിലരെ വിശേഷിപ്പിക്കുന്ന ഒരു നല്ല നാടകമാണ്. വെറും എഴുതിയുണ്ടാക്കിയൊരു നാടകമല്ല, അത് സംഭവിച്ചതായിരിക്കുന്ന ചരിത്ര സത്യമാണ്. ഹിസ്റ്റോറിക്കൽ ട്രൂത്താണ്, ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ്. എന്നാൽ മനോഹരമായിട്ട് ചുരുക്കം അധ്യായങ്ങളിൽ അത് വിവരിച്ചിരിക്കുന്നു. നമുക്കൊരുപാട് പാഠങ്ങൾ പഠിക്കുവാനുള്ള ഒരു പുസ്തകമാണ് രൂത്തിൻ്റെ പുസ്തകം എന്ന് പറയുന്നത്. അപ്പത്തിൻ്റെ വീട്ടിൽ നിന്നും ക്ഷാമം കൊണ്ട് ഇറങ്ങിപ്പോയ ഒരു കുടുംബത്തിൻ്റെ കഥയാണ് ഈ പുസ്തകത്തിൻ്റെ പ്രതിപാദ്യ വിഷയമെന്ന് പറയുന്നത്. അവരെ പാർത്തതായിരിക്കുന്ന ദേശമെന്ന് പറയുന്നത് അനുഗ്രഹത്തിൻ്റെ ദേശമാണ്. അതിന് അപ്പത്തിൻ്റെ ദേശമെന്നാണ് പറഞ്ഞു വന്നിരുന്നത്. അപ്പത്തിൻ്റെ ദേശം. അവിടെ നിന്ന് അവരെന്ത് ചെയ്തു? അവിടെ ക്ഷാമമുണ്ടായി. ചില കാലങ്ങളിൽ മഴ പെയ്തില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. മഴ പെയ്യാതെ ആയപ്പോൾ പിന്നെ വിത മുടങ്ങി. വിത മുടങ്ങിയാൽ കൊയ്ത്ത് മുടങ്ങും. വിതയും കൊയ്ത്തും ഇല്ലെങ്കിൽ ക്ഷാമമുണ്ട്. അങ്ങനെ ക്ഷാമം വന്നതായിരിക്കുന്ന കാലത്ത് ഒരു കുടുംബം അവരവിടെ നിന്ന് പോകാനായിട്ട് തീരുമാനിച്ചു. 2 മക്കളുണ്ട്, ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്. എലിമലേക്ക് എന്ന ഭർത്താവിൻ്റെ പേര്, നവോമി എന്ന ഭാര്യയുടെ പേര്, കില്യോൻ എന്നും മഹളോനെന്നും 2 മക്കൾ. അവർ യൗവനത്തിലേക്ക് മടങ്ങി വരികയാണ്. ടീനേജേഴ്സാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ സമയത്ത്. അപ്പോൾ അവരെ പറഞ്ഞു, നമ്മുടെ പിള്ളേർക്ക് നന്നായിട്ട് ആഹാരം കൊടുക്കേണ്ടതായിരിക്കുന്ന സമയമായി. ഇപ്പോഴവർ വാടിപ്പോയാൽ ജീവിതം മുഴുവൻ വാടിപ്പോകും. അതുകൊണ്ട് ഇവിടെ ആഹാരമില്ല, ഇവിടെ കിടന്ന് പട്ടിണിയായാൽ പിള്ളേരുടെയൊക്കെ ഭാവി പോകും. നമുക്കൊരു കാര്യം ചെയ്യാം, ആഹാരം കിട്ടുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പ്രാർത്ഥിച്ച് തീരുമാനിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അവർ പോകുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ അവർ മോവാബിലേക്കാണ് പോയത്. മോവാബ് എന്ന് പറയുന്നത് ജാതികളുടെ സ്ഥലമാണ്. മോവാബിന്മേൽ ഞാൻ എൻ്റെ ചെരിപ്പറിയുമെന്നാണ്. ദൈവത്തിൻ്റെ ന്യായവിധിക്ക് വിധേയമായിരിക്കുന്നൊരു സ്ഥലമാണ് മോവാബ് എന്ന് പറയുന്നത്. ദൈവനും അവിടെ ഇല്ല, ദൈവത്തെ അറിയുന്ന ആളുകൾ അവിടെ ഇല്ല. അങ്ങനെ ഒരു ദേശത്തേക്കാണ് പോയത്. എന്നാൽ അവർ താമസിക്കുന്ന ദേശമോ, അവിടെ എന്തുണ്ട്? അവിടെ ദൈവജനമുണ്ട്, അവിടെ ആരാധനയുണ്ട്, അവിടെ കൂട്ടായ്മയുണ്ട്, അവിടെ ബൈബിൾ പഠനമുണ്ട്, അവിടെ പ്രവാചകന്മാരുണ്ട്, പുരോഹിതന്മാരുണ്ട്. എല്ലാവിധമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഉള്ളതായിരിക്കുന്ന ബേഥേലിൽ നിന്നും അവർ എങ്ങോട്ടേക്ക് പോയി? അവർ പോയത് മോവാബിലേക്കാണ് പോയത്. അപ്പത്തിൻ്റെ വീട്ടിൽ നിന്നും അത് ദൈവജനമില്ലാത്തതായിരിക്കുന്ന ഒരു ദേശത്തേക്ക് അവർ പോയി. അവർ പോയപ്പോൾ അവരുടെ ഉദ്ദേശത്തെക്കുറിച്ച് പറയുന്ന പരദേശിയായി പാർപ്പാൻ പോയി എന്നാണ്. അവിടെ സ്ഥിരവാസത്തിനൊന്നും അല്ല പോയത്. മോവാബിൽ പോയി സ്ഥലം വാങ്ങിച്ച് വീട് വെച്ച് സ്ഥിരം താമസിക്കണമെന്ന് അവർ വിചാരിച്ചില്ല. ദൈവം ദേശത്തെ സന്ദർശിച്ച് അവർക്ക് മഴയും വിത്തും വിതയും ഒക്കെ കൊടുക്കുന്നതായിരിക്കുന്ന സമയത്ത് തിരിച്ചു വരാമെന്നുള്ള ചിന്തയിലാണ് അവർ പോയത്. അങ്ങനെ അവർ പോയി. ഏതായാലും തൽക്കാലം താമസിക്കാനാണ് പോയതെങ്കിലും അവരുടെ പോക്ക് അത്ര ശരിയായിരുന്നില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ദൈവാരാധനയും യാഗവും ദൈവജനവും കൂട്ടായ്മയും ഒന്നും ഇല്ലാത്തതായിരിക്കുന്ന ഒരു നാട്ടിലേക്ക് വയറിൻ്റെ വിളി മാത്രം, അതല്ലേ വയറിൻ്റെ വിളി, വിശപ്പിൻ്റെ വിളി മാത്രം കേട്ട് പോവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ലതല്ല. മോവാബിലേക്ക് നമുക്ക് പോകാം എന്നുള്ളതായിരിക്കുന്ന അവരുടെ തീരുമാനം അപക്വമായിരിക്കുന്ന ഒരു തീരുമാനമായിരുന്നു. അവർ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തതായിരിക്കുന്ന ഒരു തീരുമാനമായിരുന്നു. അവർക്കതിന് ന്യായമുണ്ടായിരുന്നു. കുട്ടികൾ വളരുന്ന കാലമാണ്. നന്നായി വല്ലതും തിന്മാൻ കൊടുത്തില്ലെങ്കിൽ അവരുടെ വളർച്ച മുരടിച്ചു പോകും. എല്ലാം വിറ്റുപെറുക്കി പണമാക്കി അവർ യാത്രയായി. നല്ലൊരു ഭൂമിയിലെത്തി. എല്ലാം അവർക്ക് അനുകൂലമെന്ന് ഞാൻ വിചാരിക്കുന്നു. യാത്രയിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായി കാണുകയില്ല. ക്ഷേമമായിട്ടെത്തി. ചെന്നപ്പോൾ നല്ലൊരു ദേശം കണ്ടു. വിൽപ്പനയ്ക്ക് നല്ലൊരു സ്ഥലം കിട്ടി. അവരവിടെ വീടൊക്കെ കെട്ടി അവരവിടെ പാർത്തു. ഒരളവിൽ പറഞ്ഞാൽ അവർക്ക് വേണ്ടത് ആഗ്രഹിച്ചതെല്ലാം അവിടെ കിട്ടി. പലപ്പോഴും അങ്ങനെയാണ്. ദൈവജനത്തിൻ്റെ കൂട്ടായ്മയൊക്കെ വിട്ട് നമ്മൾ ജോലി തേടി പണം മാത്രം മുഖ്യ ലക്ഷ്യമാക്കി പോകുമ്പോൾ നമുക്കെല്ലാം കിട്ടും. ചെല്ലുന്ന സ്ഥലത്ത് എല്ലാ ജോലിയാണെങ്കിൽ നല്ല ഒന്നാന്തരം ജോലി, താമസിക്കാൻ വീടാണെങ്കിൽ അതിനേക്കാൾ നല്ലത്, പിള്ളേർക്ക് പഠിക്കാനാണെങ്കിൽ സ്കൂളുണ്ട്, നല്ല ഷോപ്പിംഗ് കോംപ്ലക്സും മാളുകളും ഒക്കെ അടുത്തടുത്തുണ്ട്. എല്ലാ സാഹചര്യങ്ങളും നമ്മൾ എങ്ങനെ വ്യാഖ്യാനിക്കുമെന്നറിയാമോ? നാം ചെയ്ത തീരുമാനം വളരെ നന്നായിരുന്നു, ദൈവം അങ്ങ് അനുഗ്രഹിച്ചു, അവിടെ കിടന്ന് പട്ടിണി പിടിച്ച് പോകുമായിരുന്നു, എന്നാൽ ഇവിടെ വന്നതോടുകൂടെ കാര്യങ്ങളെല്ലാം അങ്ങ് മാറി എന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കും. അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. നല്ല സ്ഥലം തന്നെയാണ് കണ്ടെത്തിയത്. വിലയും ഒരുപക്ഷെ ന്യായമായിരുന്നു ഞാൻ വിചാരിക്കുന്നു. ഫലഭൂയിഷ്ഠമായ മണ്ണ്, ഒന്നാന്തരം അയൽക്കാർ, വിത്തെറിഞ്ഞാൽ മതി 100 മേനി വിളവ് കിട്ടും. പിന്നെ എന്ത് വേണം? ദൈവത്തിൻ്റെ അനുഗ്രഹമല്ലേ എന്ന് വിചാരിച്ചു. വർഷങ്ങൾ പക്ഷേ പിന്നിട്ടു. വിതയും കൊയ്ത്തും ഒക്കെ തകൃതിയായി നടന്നു. ഒപ്പം മറ്റൊരു കൊയ്ത്തിനുള്ള ഒരുക്കം അണിയറയിൽ നടന്നു. ദൈവത്തിൻ്റെ ഒരു കൊയ്ത്തുണ്ട്. അത് ന്യായവിധിയുടെ കൊയ്ത്താണ്.
3 സ്ത്രീകൾ വിധവകളായിട്ട് ആ ഭവനത്തിൽ തീർന്നു. എലിമലേക്ക് മരിച്ചു. അപ്പോൾ പറയുമോ 10-60 വയസ്സായി അദ്ദേഹത്തിന്, അല്ലെങ്കിൽ 19 വയസ്സായി അദ്ദേഹം മരിക്കുന്നത്, പ്രായമായി, അത് സ്വാഭാവിക മരണമാണ്. എന്നിട്ട് മൂത്ത മകൻ മരിച്ചു, അത് പാമ്പ് കടിച്ച് മരിച്ചു, അല്ലെ ഇടിവെട്ടി മരിച്ചു, അല്ലെ ഒരു ടൈഫോയിഡ് വന്ന് മരിച്ചു, ന്യൂമോണിയ വന്ന് മരിച്ചു, സാരമില്ലെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ചെറുപ്പക്കാരൊക്കെ മരിക്കുന്നുണ്ടല്ലോ ഇക്കാലത്ത്. മകളോനും മരിച്ചു, ഗില്ലിയോനും മരിച്ചു. ഗില്ലിയോൻ മരിച്ചപ്പോഴും അയ്യോ, 3 വിധവകളുമായി ആ വീട്ടിൽ 3 വിധവകൾ ഇങ്ങനെ ജീവിക്കുകയാണ്. ദൈവമില്ല, ദൈവജനമില്ല, പ്രാർത്ഥനയില്ല, വായനയില്ല, പാട്ടില്ല, ആരാധനയില്ല, യാഗമില്ല, പ്രശ്നങ്ങൾ പറയാൻ ഒരാളില്ല, ആലോചന പറഞ്ഞു കൊടുക്കാൻ ഒരാളില്ല. അങ്ങനെ ഒരു വല്ലാത്ത സ്ഥിതിവിശേഷത്തിൽ അവർ വന്നു. അത്രയും ഒരു സ്ഥിതിവിശേഷം വന്നപ്പോഴാണ് നവോമിക്ക് ഹോം സിക്നെസ് വരാൻ തുടങ്ങിയത്, ഗൃഹാതുരത്വം വരാൻ തുടങ്ങിയത്. അയ്യോ, ബേഥേലിലേക്ക് പോയാൽ അവിടെ എൻ്റെ വീട്ടുകാരുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരുണ്ട്, ഞങ്ങളുടെ വീടും സ്വത്തുമൊക്കെ അവിടെ ഇട്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ വല്ലപ്പോഴും മീറ്റിങ്ങിന് പോകുമായിരുന്നു, ബൈബിൾ സ്റ്റഡി ഉണ്ടായിരുന്നു, ദിവസം അവിടെ സുനഗോഗിൽ ആരാധന ഉണ്ടായിരുന്നു, ദൈവവചന പഠനമുണ്ടായിരുന്നു, അവിടെ പ്രവാചകന്മാരുണ്ടായിരുന്നു എന്നൊക്കെ അവരെ കരുതി. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഭർത്താവ് മരിച്ചു, 2 ആൺമക്കളും മരിച്ചു, 3 വിധവമാർ മാത്രം ഒരു ഭവനത്തിൽ അവശേഷിക്കുന്ന ഒരു കാലം നിങ്ങൾ ഓർത്ത് നോക്ക്. പ്രിയമുള്ളവരെ, ഞാൻ പറയാൻ, തീരുമാനങ്ങൾ വളരെ സൂക്ഷിച്ച് വേണം എടുക്കാൻ. ഡിസിഷൻ ഡിറ്റർമിൻസ് ഡയറക്ഷൻ, ഡയറക്ഷൻ ഡിസൈഡ്സ് ഡെസ്റ്റിനി എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട്. ഡിസിഷൻ ഡിറ്റർമിൻസ് ഡയറക്ഷൻ. തീരുമാനങ്ങൾ ദിശ ലക്ഷ്യത്തെയും നിശ്ചയിക്കുന്നു. അവരുടെ തീരുമാനം മോവാബിലേക്ക്, അതായിരുന്നു അവരുടെ ഡയറക്ഷൻ. ആ ഡയറക്ഷൻ അവരുടെ ഡെസ്റ്റിനിയെ നിശ്ചയിച്ചു. 3 പുരുഷന്മാരും മരിച്ച് 3 സ്ത്രീകൾ വിധവകളാകുന്ന ഒരു വലിയ ഭാഗധേയമാണ് അവർക്ക് വന്നത്. സങ്കടകരമായിരിക്കുന്ന കാര്യമാണ്. വിതച്ചാൽ കൊയ്യും. ചെറിയ തെറ്റുകൾ വലിയ ഭവിഷ്യത്തുകൾ ഒരുക്കുമെന്ന് വിചാരിച്ചുള്ളൂ. 1 മണിയെ ഗോതമ്പേ കൊണ്ടിടുന്നുള്ളൂ, 1 മണി നെല്ലേ കൊണ്ടിടുന്നുള്ളൂ. പക്ഷേ കൊയ്തെടുക്കുന്ന 1 മണിയല്ല, 100 മണിയാണ് ചിലപ്പോൾ കൊയ്തെടുക്കുന്നത്. 100 വറവും 30 മേനിയാണ് കൊയ്തെടുക്കുന്നത്. അതെപ്പോഴും ഓർക്കണം. ഞാൻ വിതയ്ക്കുന്ന 1 മണിയേ ഉള്ളൂ. ഒരു ചെടിയുടെ 1 മണിയെ വിതയ്ക്കുന്നുള്ളൂ, കൊയ്യുന്നത് 1 മണിയായിട്ട് കൊയ്യുന്നില്ല. 1 മണി വിതച്ച് 1 മണി കൊയ്യുന്നവരാരുമില്ല. 1 മണി വിതച്ച് 30 മണിയെങ്കിലും മേനിയെങ്കിലും കൊയ്യുന്നവരാണ്. അതുകൊണ്ട് കൊയ്ത്തുണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് വേണം നാം തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട്. നവോമി അത്രത്തോളം ഒന്നും ചിന്തിച്ച് കാണുകയില്ല. ഭൗതിക ലാഭത്തിന് വേണ്ടി ആത്മീയ പ്രമാണങ്ങളെ ബലി കഴിക്കാൻ ആളുകൾ തീരുമാനിക്കുമ്പോൾ അധികമൊന്നും അവർ ചിന്തിക്കുകയില്ല, അധികം ദൂരേക്കൊന്നും അവർ ചിന്തിക്കുകയില്ല. തൽക്കാലത്ത് ഇമ്മീഡിയറ്റ് ഉടനടിയുള്ളതായിരിക്കുന്ന കാര്യങ്ങളാണ്. എന്താണത്? പിള്ളേർക്ക് ആഹാരം വേണം, അവർ വളർന്നു വരുന്ന കാലമാണ്, അവർ വളരുന്ന കാലമാണ്. നന്നായിട്ട് അവർക്ക് നിറച്ച് ആഹാരം കൊടുക്കണം, പോഷകമുള്ള ആഹാരം കൊടുക്കണം. ഇസ്രായേലിലെ മഴയും കൊയ്ത്തും ഇല്ലെങ്കിൽ കൊയ്ത്തും മഴ ഉള്ളിടത്തേക്ക് നമുക്ക് പോകണം. അവർ പോയി, അവർ സ്ഥലം വാങ്ങി, അവർ വീട് വെച്ചു, അവരുടെ മക്കൾക്ക് അവിടെ വിവാഹവും നടത്തി, എല്ലാം പൊടിമൂരം ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നീങ്ങി. പക്ഷേ ദൈവം തൻ്റെ ആലോചനകൾ നടത്താൻ ആരംഭിക്കുന്ന കാലമുണ്ടല്ലോ, പിന്നെ ഒന്നും ചെയ്യാനില്ല. ഒന്നിനു പുറകെ ഒന്നായിട്ട് കൊഴിഞ്ഞു പോയി. 3 സ്ത്രീകൾ വിധവങ്ങളായി, 3 പുരുഷന്മാർ ഇഹലോകവാസം വിട്ടുപോയി. ഒരു തീരുമാനം. എൻ്റെ ഒരു വിചാരം ഈ തീരുമാനത്തിൻ്റെ പിന്നിൽ നവോമി ആയിരുന്നു എന്നാണ്. എന്നാൽ എൻ്റെ വിചാരം അങ്ങനെ നവോമി ആയിരുന്നു എന്ന് പറയുന്നില്ല, എങ്കിൽ നവോമി ആയിരിക്കണം. നവോമിയെ തിരികെ ദൈവം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി. ദൈവം നമ്മെ വിടുകയില്ല കേട്ടോ. നമ്മൾ തെറ്റായ തീരുമാനങ്ങൾ ചെയ്ത് അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുകയും അവസാനം തെറ്റ് തിരുത്തി എല്ലാം നഷ്ടമായിട്ട് തിരിച്ചു വരികയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നാം ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് നാം വളരെ ഗൗരവമായിട്ട് ചിന്തിക്കണം, മറ്റുള്ളവരുമായി ആലോചിക്കണം. ദൈവവചനം എന്താണ് പറയുന്നത് എന്ന് നാം ആലോചിക്കണം. ദൈവം വിലക്കുന്ന സ്ഥലങ്ങളിലേക്ക് നാം പോകരുത്. അങ്ങനെ ദൈവത്തിന് വേണ്ടി നല്ല തീരുമാനങ്ങളെടുത്ത് ജീവിക്കുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവേ, നവോമിയുടെയും കുടുംബത്തിൻ്റെയും കഥയാണ് ഞങ്ങളിന്ന് വായിച്ചത്. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ക്ഷാമം വന്നപ്പോൾ അവർ തീരുമാനിച്ചു ക്ഷാമമില്ലാത്ത സ്ഥലത്തേക്ക് പോകണം. അതാണല്ലോ മനുഷ്യരെല്ലാം ചെയ്യുന്നത്. ഇവിടെ അരിയില്ലെങ്കിൽ അരിയുള്ളിടത്ത് പോകും. എന്നാൽ ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയും കൂട്ടായ്മയും വചനപഠനവും സുനഗോഗും ആരാധനയും എല്ലാം ഉപേക്ഷിച്ചാണ് പോയത്. അതേക്കുറിച്ച് അവർ ചിന്തിച്ചില്ല. എന്ത് വിട്ടിട്ടാണ് എന്തിനു വേണ്ടി പോകുന്നതെന്ന് അവർ ചിന്തിച്ചില്ല. ആ പോക്ക് വളരെ ആവൽകരമായിരുന്നു എന്നാണ് ഞങ്ങൾ കണ്ടത്. 3 പുരുഷന്മാരൊരു കുടുംബത്തിലെ മരിച്ചുപോയി, 3 സ്ത്രീകൾ വിധവകളായി തീർന്നു. കയ്പോടുകൂടെ തിരിച്ചു വരേണ്ടത് ആവശ്യമായി വന്നു.
ഞങ്ങളുടെയും ജീവിതത്തിൽ ഞങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ബുദ്ധിയോടെ ദൈവജനപ്രകാരം എടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ദിവസത്തിനായി സ്തോത്രം. ദിവസത്തെ അനുഗ്രഹിച്ചു തരണമേ. ദിവസം കർത്താവിന് വേണ്ടി ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നടത്തി തരണമേ. തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ ഞങ്ങളെ വിടുവിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.